ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഫോൺ പേ, അതുപോലെ തന്നെ പേടിഎം, സെറോദ, അപ്സ്റ്റോക്സ്, അതുപോലെ തന്നെ ഒരുപാട് മണി ആപ്പുകളിൽ കൂടെയും നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും. ഡിജിറ്റലായിട്ട് ഗോൾഡ് വാങ്ങാൻ പറ്റും. ആ ഗോൾഡ് വാങ്ങുന്നത് നമുക്ക് ലാഭമാണോ അല്ലയോ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഗോൾഡിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാം അതിലും കുറച്ച് ഗോൾഡ് വാങ്ങിയിട്ടാൽ നമുക്കെന്താണ് അതിൽ നിന്ന് ലാഭമുണ്ടാക്കാം. ചിലപ്പോൾ ഒരു മാസം കൊണ്ട്, 1.5 മാസം കൊണ്ട്, അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടൊക്കെ ലാഭമുണ്ടാക്കാം എന്നാണ് നമ്മളെ മൈൻഡിൽ ഒരു പെട്ടെന്ന് ഓടി വരുന്ന കാര്യം. പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഗോൾഡ് വാങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയുടെ ഒരു ഗോൾഡ് വാങ്ങുകയാണ്. അപ്പോൾ ഗോൾഡിൻ്റെ ഇന്നത്തെ GST റേറ്റ് എന്ന് പറയുന്നത് 3%. ഈ 3% നമ്മൾ 1 ലക്ഷത്തിന് വാങ്ങുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 97 പോയിൻറ്റ് സംതിങ്ങിന് ഉള്ള, അതായത് ഒരു 95,000 രൂപ വില വരുന്ന ഒരു ഗോൾഡ് മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 1 ലക്ഷം രൂപക്ക് വാങ്ങിയിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള മൂല്യം 95,000 രൂപയുടെ മൂല്യമുള്ള സ്വർണം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 1 ലക്ഷത്തിൻ്റെ മേലേക്ക് വരണം നമ്മുടെ സ്വർണത്തിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഈ വിലക്കയറ്റം. 1 ലക്ഷം, ഈ 95,000 രൂപയുടെ സ്വർണം 1 ലക്ഷത്തിൻ്റെ മേലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സ്വർണത്തിൽ നിന്ന്, നമ്മളങ്ങനെ ഡിജിറ്റലായിട്ട് വാങ്ങുന്ന സ്വർണത്തിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ ഈ കാര്യത്തിൽ. നമ്മൾ ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ആണെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ചിലപ്പോൾ നഷ്ടവുമായിരിക്കാം. നേരെ മറിച്ച് നമ്മൾ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വിലക്കയറ്റം തീർച്ചയായിട്ടും കൂടുക തന്നെയായിരിക്കും. സ്വർണത്തിന് ഭാവിയിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട സ്വർണത്തിൻ്റെ വില കുറയുമെന്നുള്ളത്. സ്വർണം വേൾഡ് മാർക്കറ്റിൽ എപ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഗോൾഡ് വാങ്ങുന്നത് അത്രക്ക് ഉചിതമല്ല. നിങ്ങൾ ആ 3% GST കിഴിച്ചിട്ട് ബാക്കിയുള്ള എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ടിനുള്ള സ്വർണം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നീട് അത് ലാഭകരമായി തീരണമെങ്കിൽ ഒരുപാട് കാലം എടുക്കും. അപ്പോൾ ലോങ് ടൈമിലാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ സ്വർണം ഇങ്ങനെ വാങ്ങി വെക്കുകയാണെങ്കിൽ ഡിജിറ്റലായിട്ട് വാങ്ങാം. അതല്ല, സ്വർണമായിട്ട് തന്നെ വാങ്ങുകയും ചെയ്യാം. ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.